Hi dears, welcome to English classes at Radhika. The 4 essential skills of communication is the third chapter from the book English for Communication, which is based on the latest SNGOU syllabus. മുമ്പ് 2 ചാപ്റ്റർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തേർഡ് ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. Which are the 4 essential skills of communication? Listening, speaking, reading and writing. LSRW. Remember it as LSRW. So the first skill is listening skill. ചെറിയ കുട്ടികൾ ആദ്യം ലിസൺ ചെയ്തിട്ടാണ് അവർ വർത്തമാനം പറയാനും ബാക്കി എല്ലാ സ്കില്ലുകളും അവർ അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ് ലിസൺ ചെയ്തിട്ടാണ്. There is a distinction means difference between listening and hearing. Okay, വെറുതെ കേൾക്കുകയല്ല listening എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, what is meant by hearing? It is the physical process of perceiving sound waves. നമ്മൾ ജസ്റ്റ് ചില ഒച്ചകൾ കേൾക്കുന്നു എന്നേ ഉള്ളൂ. ഓട്ടോമാറ്റിക് റെസ്പോൺസ് ടു ഓഡിറ്ററി സ്റ്റിമുലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സൗണ്ടിനോട് നമ്മളിങ്ങനെ നമ്മുടെ ഓഡിറ്ററി, അതായത് നമ്മുടെ ചെവിയിലുള്ള കുറേ അവയവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹിയറിങ്ങിൽ ഉണ്ടാവുന്നത്. ഡസൻറ്റ് റിക്വയർ അറ്റൻഷൻ ഓർ എഫേർട്ട്. ലിസണിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ഹിയറിങ്ങിന് അത്ര എഫേർട്ടൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് 4 പുറം കേൾക്കണ ഒച്ചപ്പാടുകളൊക്കെ അങ്ങനെ നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ടാവും, ബട്ട് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാറ്റ് മീൻസ്. അതാണ് ഹിയറിങ് എന്ന് പറഞ്ഞാൽ. ഡസൻറ്റ് ഗ്യാരണ്ടി അണ്ടർസ്റ്റാൻഡിങ് ഓർ കോംപ്രിഹെൻഷൻ അല്ലേ, അതായത് നമുക്ക് മനസ്സിലായി, കോംപ്രിഹെൻഷൻ പറഞ്ഞു വെച്ചാൽ മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഈ ഹിയറിങ്ങിലൂടെ. ഫോർ എക്സാമ്പിൾ, ഐ ഹിയർഡ് ദ നോയ്സ് ബട്ട് ഐ ഡിഡൻറ്റ് പേ അറ്റൻഷൻ. നമ്മൾ പറയാറില്ല ഇടയ്ക്കിടയ്ക്ക്, ഓ എനിക്ക് എന്തോ ഒച്ച കേൾക്കുന്നുള്ളൂ, എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ പറയുക. ദാറ്റ് ഈസ് ഹിയറിങ്. ലെറ്റ് us see what is meant by listening. Understanding what you hear. കേട്ടാൽ മാത്രമേ ആളുകൾക്ക് ലിസൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. നീഡ്സ് ഫോക്കസ് ആൻഡ് അറ്റൻഷൻ അല്ലേ, അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. മീൻസ് തിങ്കിങ് അബൌട്ട് വാട്ട് ഈസ് ബീയിങ് സെഡ്, അതായത് നമ്മൾ ചിന്തിക്കണം അല്ലേ, ഇതുകൊണ്ട് പറയുന്നത് എന്താണ് അതിന് മീൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ഫസ്റ്റ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പീപ്പിൾ ആർ സേയിങ്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ലിസണിങ്ങിലൂടെ നമുക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ്, കോംപ്രിഹെൻഷനാണ് നമ്മൾ നോക്കുന്നത്. മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നു. ഹെൽപ്സ് യു മേക്ക് സെൻസ് ഓഫ് സൗണ്ട്സ് ആൻഡ് വേർഡ്സ് അല്ലേ, വേർഡ്സും അതിൻ്റെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും, മീനിങ്ങും എല്ലാം അവിടെ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഐ ലിസൺ ടു യുവർ എക്സ്പ്ലനേഷൻ ആൻഡ് ഗോട്ട് ഇറ്റ് അല്ലേ. ഓക്കെ, നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, ഓക്കെ മനസ്സിലായി ഒക്കെ എൻ്റെ ബ്രെയിനിലെത്തി എന്നുള്ളതാണ് അവിടെ ലിസണിങ്ങിൽ സംഭവിക്കുന്നത്. 2 types of listening are there, active listening and passive listening. So what is meant by active listening? എന്താണത്? ഗിവ്സ് അറ്റൻഷൻ ടു ദ സ്പീക്കർ അല്ലേ, നമ്മൾ നന്നായിട്ട് പേര് പോലെ തന്നെ ആക്റ്റീവായിട്ടിരിക്കുക അല്ലേ, സ്പീക്കർ പറയുന്നതെല്ലാം കേട്ടിരിക്കുക. മെയിൻറ്റെയിൻസ് ഐ കോണ്ടാക്ട് അല്ലേ, സ്പീക്കറിനെ നോക്കിയിരിക്കുക. അവോയ്ഡ്സ് ഡിസ്ട്രാക്ഷൻസ് അല്ലേ, ഒരു ഡിസ്ട്രാക്ഷൻസും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള തടസ്സങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആസ്ക് ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ് അല്ലേ, അത് മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ക്യാൻ പാരഫ്രേസ് ആൻഡ് സമ്മറൈസ്. ഇങ്ങനെ ആക്റ്റീവ് ലിസണിങ്ങിലൂടെ എന്താ പറയുക, സ്പീക്കർ പറഞ്ഞ കാര്യം നമുക്ക് ചുരുക്കി പറയാനൊക്കെ പറ്റും അല്ലേ, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിക്കലായിട്ട് വിശകലനം ചെയ്യാനൊക്കെ നമുക്ക് പറ്റും, കാരണം അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്റ്റീവ് ലിസണിങ്. പാസീവ് ലിസണിങ്. പാസീവ് ലിസണിങ് ഡസൻറ്റ് ആക്റ്റീവ്ലി എൻഗേജ് വിത്ത് ദ സ്പീക്കർ. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാത് കൂർപ്പിച്ച് ഫോക്കസ്ഡായി അറ്റൻറ്റീവായിട്ടിരിക്കുക. ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഒരു ആക്റ്റീവ് എൻഗേജ്മെൻ്റ് ഒന്നും വേണ്ട അല്ലേ, അതായത് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുക, ജസ്റ്റ് ഹിയറിങ് ഈസ് ഹാപ്പനിങ് ദെയർ. ഫെയിൽസ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓർ റെസ്പോൺസസ് അല്ലേ, ക്ലാസ്സിലൊക്കെ ഇരിക്കില്ലേ, ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എണീറ്റ് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ദാറ്റ് ഈസ് പാസീവ് ലിസണിങ്. ഡസൻറ്റ് ആസ്ക് ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ് അല്ലേ, ടീച്ചർ പറഞ്ഞ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സച്ച് പേഴ്സൺസ് വോണ്ട് ആസ്ക് ഡൗട്ട്സ് അല്ലേ. മേ അപ്പിയർ ഡിസ്ട്രാക്റ്റഡ് ഓർ ഡിസ്ഇൻട്രസ്റ്റഡ്, ഇതൊക്കെ ഇപ്പം എന്താ അല്ലേ, അതുപോലെ തന്നെ എന്തോ ഒരു കുറേ തടസ്സങ്ങളുള്ള പോലെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുക. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാസീവ് ലിസണിങ്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റ് ആക്റ്റീവ് ലിസണിങ് അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് ആക്റ്റീവ് ലിസണിങ്ങിന് വേണ്ടത്? ദ ലിസണർ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ കൺവെർസേഷൻ.
നമ്മൾ പറയാറില്ലേ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡയലോഗൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ ക്ലാസ് ഒന്നും കേട്ട് കഴിഞ്ഞാൽ വി കനോട്ട് റിക്കലക്ട് ഓർ റിമെമ്പർ വാട്ട് ദ ടീച്ചർ ഹാസ് സെഡ് അല്ലേ. അപ്പോൾ അതെന്താണ്, ഫിലിം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണത്. ദെൻ ലാംഗ്വേജ് എക്സ്പെർട്ടൈസ് ഓഫ് ദ സ്പീക്കർ. സ്പീക്കർ പറയുന്ന ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇൻകംപ്ലീറ്റ് അറ്ററൻസസ്, ചിലപ്പോൾ നമുക്ക് എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ടീച്ചർ പറയുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ആക്റ്റീവ് ലിസണിങ് നടക്കില്ല. ഹെസിറ്റേഷൻ ആൻഡ് പോസസ് ബിറ്റ്വീൻ ദ സെൻറ്റൻസസ്, പറയുന്ന ആള് അല്ലേ, അവർക്ക് എന്തോ പറയുമ്പോൾ ഇങ്ങനെ വിട്ട് പറയുക, അല്ലെങ്കിൽ ഹെസിറ്റേഷൻ, എന്തൊരു മടി പോലെ പറയുക, അതായത് ഫ്ലോ ഇല്ലാതെ പറയുകയാണെങ്കിൽ എന്താണ് അത് ആക്റ്റീവ് ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യും. ലിസണേഴ്സ് എബിലിറ്റി ടു ഓവർകം ദ ഡിസ്ട്രാക്ഷൻസ്, ഇനി എന്തെന്നെ പ്രോബ്ലം ഉണ്ടെങ്കിലും തടസ്സങ്ങൾ, ചില ആൾക്കാർ ട്രെയിനിൽ ഇരുന്നിട്ടൊക്കെ ബുക്ക് വാങ്ങിയിരിക്കുന്നുണ്ടാവും, നാലുപുറൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരിക്കും, എന്നാലും ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദയർ റീഡിങ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ആളുകൾക്ക് എന്താണ് ഗുഡ് ലിസണിങ് സ്കിൽ. അപ്പോൾ അതാണ് പറയുന്നത്, എന്താണ് നമ്മൾ ഡിസ്ട്രാക്ഷൻസ്, തടസ്സങ്ങളും പ്രതിബന്ധങ്ങളെല്ലാം ഒഴിവാക്കാൻ നമുക്ക് പറ്റണം. പിന്നെ സ്പീഡ് ഓഫ് ദ സ്പീച്ച് അല്ലേ, അതായത് വളരെ സ്പീഡിൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഫോളോ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് എന്തെങ്കിലും ഒരു എലമെൻറ്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കണ്ടിന്യൂഷൻ പോയി കഴിഞ്ഞാൽ വി വോണ്ട് ഏബിൾ ടു ലിസൺ കെയർഫുള്ളി സോഫ. ദെൻ അവോയ്ഡ് ജാർഗൻസ്, സ്പീക്കേഴ്സിനുള്ള ഒരു അഡ്വൈസാണ് ജാർഗൻസ്, മനസ്സിലാവാത്ത ടേംസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി എസെൻഷ്യൽ അല്ലേ. പക്ഷേ കൂടാനും പാടില്ല, കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല ആളുകൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആക്ഷൻസ് ആണ്. ഒമിറ്റിംഗ് സെർട്ടൻ തിങ്സ് ഇൻ ദ കോൺവെർസേഷൻ, ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഴുങ്ങുക അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒമിറ്റ് ചെയ്ത് ഒരു കണക്ഷൻ കിട്ടാത്ത അവസ്ഥ വരും. സോ ഇറ്റ് വിൽ എഫക്റ്റ് ദി ആക്റ്റീവ് ലിസണിങ്, ദി കപ്പാസിറ്റി ഓഫ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. അതുപോലെ തന്നെ ലിസണറുടെ ലിസണിങ് കപ്പാസിറ്റി, അതിനൊരു പർട്ടിക്കുലർ ഒരു പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് ലിസൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എത്ര കോൺസെൻട്രേറ്റ് ചെയ്താലും അവർക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നതിനൊരു മാക്സിമം ലെവൽ ഓഫ് ഉണ്ട്. അപ്പോൾ അത് മാത്രമേ അവർക്ക് ലിസൺ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ സ്പീക്കിംഗ് അല്ലേ, എല്ലാവർക്കും ശശി തരൂരിനെ പോലെയോ അല്ലെങ്കിൽ നല്ലൊരു ഒറേറ്റർ ആവാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്പീക്കിങ്ങിനും കുറച്ചും കൂടെയൊക്കെ ഒരു എന്താണ് കഴിവുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്റ്റീവ് ലിസണിങ് സാധ്യമാകുന്നത്. The next one is speaking. Speaking is a crucial communication skill involving articulation, clear pronunciation and enunciation. അപ്പോൾ നമുക്കറിയാം സ്പീക്കിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ആർട്ടിക്കുലേഷൻ, നമുക്ക് നന്നായിട്ട് വർത്തമാനം പറയാൻ പറ്റണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നന്നായി വർത്തമാനം പറയാം മീൻസ് ക്ലിയർ പ്രൊനൗൺസിയേഷൻ ആൻഡ് എനൗൺസിയേഷൻ. എനൗൺസിയേഷൻ മീൻസ് എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് പ്രൊനൗൺസിയേഷൻ. നല്ല പ്രൊനൗൺസിയേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, അത് നന്നായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. ഒരു വാക്ക് പറയുമ്പോൾ അത് ഫീൽ ചെയ്യണം. ഓക്കെ. ദെൻ ഫ്ലുവൻസി, സ്മൂത്ത് നാച്ചുറൽ ഫ്ലോ ഓഫ് വേർഡ്സ് അല്ലേ, നിർഗളമായിട്ട് വാക്കുകൾ സ്പീക്കറുടെ വായിൽ നിന്ന് പ്രവഹിക്കണം. വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് വേർഡ് ചോയ്സ് ആൻഡ് യൂസേജ്. ഓക്കെ. ഗ്രാമർ, correct sentence structure and syntax. Tone, conveying emotions and attitude through voice. അതായത് നല്ല രീതിയിൽ നമുക്ക് ഒരു സെൻറ്റൻസ് തന്നെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത് അതിനനുസരിച്ച രീതിയിൽ ടോൺ, അല്ലെങ്കിൽ ആ ഒരു ടോൺ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ആ ഒരു താളം, ആ രീതിയിൽ നമ്മൾ വർത്തമാനം പറയണം. ബോഡി ലാംഗ്വേജ്, നോൺ വെർബൽ ക്യൂസ് നമുക്കറിയാം, ബൈ യൂസിങ് ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് നോട്ട്സ് അല്ലേ, വി ക്യാൻ മേക്ക് അവർ സ്പീക്കിംഗ് സോ ഇഫക്റ്റീവ്. അപ്പോൾ ഇതൊക്കെയാണ് സ്പീക്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. സ്പീക്കിംഗ് ക്യാൻ ബി ബോത്ത് ഇൻസ്ട്രക്ഷണൽ ആൻഡ് ഇൻഫർമേറ്റീവ്. എന്തൊക്കെയാണ് ഇൻഫർമേറ്റീവ് സ്പീക്കിംഗ് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഉപയോഗങ്ങൾ? ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ് അല്ലേ, അപ്പോൾ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം നമ്മളെ പറ്റി. കൺവേയിങ് പേഴ്സണൽ ഇൻഫർമേഷൻ, എന്തെങ്കിലും നമ്മളെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇൻഫർമേറ്റീവ് സ്പീക്കിംഗ്. റിപ്പോർട്ടിംഗ് ഇവൻറ്റ്സ്, ഓക്കെ, ഇപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടന്നു, അത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പത്രത്തിലൊക്കെ വരുന്നത് ഇൻഫർമേറ്റീവ് ന്യൂസാണ് അല്ലേ, ഇൻഫർമേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് ഇൻഫർമേറ്റീവ് ന്യൂസ്, ദാറ്റ് ഈസ് റിപ്പോർട്ടിംഗ്. ദെൻ ഒപ്പീനിയൻ, ഒരാളുടെ ഒപ്പീനിയൻ, ഓക്കെ, അതൊരു ഇൻഫർമേഷനാണ്, അതും എന്താണ് ഇൻഫർമേറ്റീവ് സ്പീക്കിങ്ങിന് എക്സാമ്പിളാണ്. വിച്ച് ആർ ദി ഇൻസ്ട്രക്ഷണൽ സ്പീക്കിംഗ്? ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ, പേര് പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഗിവിങ് ഡിറക്ഷൻസ്, എക്സ്പ്ലെയിനിങ് സംതിങ് അല്ലേ, ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ അത് ബോത്ത് ഇൻഫർമേറ്റീവും ആവാം ഇൻസ്ട്രക്ഷനും ആവാം കേട്ടോ.
ഡിസ്ക്രൈബിങ് തിങ്സ് അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യുക ഓരോ സാധനങ്ങൾ, അതൊക്കെ എന്താണ്, ഇൻസ്ട്രക്ഷണലാണ്. അതായത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷണൽ സ്പീക്കിംഗ് ആണ്. Another category of speaking is persuasive and interrogative speaking. പെർസ്വസീവ് പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താണ്, നിർബന്ധിക്കുക, അതായത് മറ്റുള്ളവരെ എന്താണ് അട്രാക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള തരത്തിലുള്ള സ്പീക്കിംഗ്. എന്തൊക്കെയാണ് അത്? എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അഡ്വർടൈസിങ് അല്ലേ, ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. സെല്ലിങ് ഗൂഡ്സ് ആൻഡ് സർവീസസ്. റീസണിങ് അല്ലേ, നമ്മൾ ആ വാഗ്വാദം നടത്തുന്നത് എന്താണ്, നമ്മുടെ പോയിന്റാണ് ശരി എന്നാണ് നമ്മളവിടെ വാദിക്കുന്നത്. സജഷൻസ് അല്ലേ, നിങ്ങൾക്കിത് ചെയ്യാട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അവർ എന്താണ്, നോട്ട് എ കൈൻഡ് ഓഫ് കമ്പൽഷൻ, പക്ഷെ അവരുടെ അടുത്ത് പറയണത് ഇതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ. ഗിവിങ് റീസൺസ് അല്ലേ, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ. കൺവിൻസിങ് പീപ്പിൾ അല്ലേ, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്താണ്, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ പെർസ്വസീവ് സ്പീക്കിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്ററഗേറ്റീവ് സ്പീക്കിംഗ്. ഓക്കെ. ഇൻട്രഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എന്തെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കുക. ഏതൊക്കെയാണ് അത് ചോദിക്കുന്നത്? മേക്കിംഗ് റിക്വസ്റ്റ്, ഗ്രീറ്റിംഗ്സ്, അഡ്വൈസ്, ഓക്കെ, മേക്കിംഗ് എൻക്വയറീസ് അല്ലേ, ചോദ്യങ്ങൾ, എക്സ്പ്രസിങ് സിമ്പതി, ഹോ പാവട്ടോ, ഓക്കെ, കോംപ്ലിമെൻറ്റിംഗ്, എൻകറേജിങ്. ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ ഇൻറ്ററഗേറ്റീവ് സ്പീക്കിംഗ്. Okay, what is meant by formal and informal greetings? Greetings are of two types. Greetings means whenever we see a person for the first time, we should have to greet that person. അല്ലേ, അതൊരു നിയമമാണ്. നമ്മൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കേരളത്തിലായാലും യൂറോപ്പിലായാലും എവിടെയായാലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആദ്യം പറയും, ഹായ്, എവിടെയായിരുന്നു, അങ്ങനത്തെ കുറേ ഗ്രീറ്റിങ്സ് ഉണ്ട്. അത് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു ദ ലാംഗ്വേജ്. അതുപോലെ തന്നെ സിറ്റുവേഷൻ, ആളുകളോടുള്ള നമ്മുടെ അടുപ്പത്തിനനുസരിച്ചും ആ ഗ്രീറ്റിങ്സ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഫോർമൽ ഗ്രീറ്റിങ്സ്? ഗുഡ് മോർണിംഗ്, ഹൗ ഡു യു ഡു, ഹൗ ആർ യു. സോ ദീസ് ആർ വെരി ഫോർമൽ, യു നോ. Informal examples for informal greetings are hey, what's up, okay, പിന്നെ പേര് വിളിച്ച് ഗ്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താണ്, ഇൻഫോർമൽ ഗ്രീറ്റിങ്സിന് എക്സാമ്പിൾസ് ആണ്. Then reading. Reading is a part of our life. In education, reading is very compulsory. നമുക്കറിയാം. We read newspapers, advertisements, documents, online data, etc. Method of reading. എങ്ങനെയാണ് വായിക്കുന്നത്? Decode and interpret data. അല്ലേ, ഒരു കോഡാണ് ആക്ച്വലി വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. അത് ഡീകോഡ് ചെയ്യുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അല്ലേ. പിന്നെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്. അഡോപ്റ്റ് കോണ്ടെക്സ്ച്വൽ മീനിങ്. വേർഡ് മീനിങ് മാത്രമല്ല, കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷേ ആ വേർഡിന് വേറെ മീനിങ് ആയിരിക്കും. വി ഷുഡ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അണ്ടർസ്റ്റാൻഡിങ് ദ നോസൻസ് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അതായത് കൾച്ചറലി ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ടാവും. ഒക്കെ വൈവിധ്യങ്ങളും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള കുറേ പദങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആ കൾച്ചർ മനസ്സിലായാലേ നമുക്ക് അറിയുള്ളൂ അതിനെ പറ്റിയിട്ട്. ഇപ്പം നമ്മൾ ഗ്രീക്ക് ലിറ്ററേച്ചർ വായിക്കുമ്പോൾ അവിടുത്തെ കൾച്ചർ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് സെർട്ടൈൻ വേർഡ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതർവൈസ് വി വോണ്ട് ഗെറ്റ് ഇറ്റ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് മലയാളം അറിയാത്ത ഒരാൾ മലയാളത്തിൽ കുറേ കാര്യങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ താലി കെട്ടുക എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള ഒരാൾക്ക് താലി കെട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് അറിയുന്ന കാര്യമല്ല അത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ കൾച്ചർ, നമ്മുടെ മാരേജ് കൾച്ചർ, ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് അവർക്കത് മനസ്സിലാവുന്നത്. ഇറ്റ്സ് എ വിഷ്വൽ പ്രോസസ് ഓൾസോ ഹാപ്പൻസ് ഇൻ അവർ മൈൻഡ് അല്ലേ. നമ്മൾ കണ്ടിട്ടാണ് വായിക്കുന്നത്. ബ്രെയിൻ ലിപി വേറെ ഉണ്ട് കേട്ടോ, അത് അവർ ടച്ച് ചെയ്തിട്ട് വായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മനസ്സുകൊണ്ട് വായിക്കുകയും ചെയ്യാം നമുക്ക്. ഡിപ്പെൻഡ്സ് ഓൺ ദ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി അല്ലേ. അതുപോലെ വായനയിലും നമുക്ക് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, ലാംഗ്വേജ് അറിഞ്ഞാലേ വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കുറേ വായിച്ച് പഠിച്ചാലേ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. വെറുതെ വായിക്കുക മാത്രമല്ല, മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആൽഫബറ്റിക്സ്, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ, ഫ്ലുവൻസി. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിങ് റീഡിങ് അല്ലേ. ആൽഫബറ്റ്സ് അറിഞ്ഞാലേ വായിക്കാൻ പറ്റൂ. വി ഷുഡ് ഹാവ് ഗ്രേറ്റ് വൊക്കാബുലറി, എന്നാലേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. Then comprehension, okay, understanding, fluency, okay, വായിക്കുന്നതിലുള്ള ആ ഒരു ഒഴുക്ക്, okay, all these things should be there in reading.
Two types of reading are there, skimming and scanning. Okay, skimming പറഞ്ഞു വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ സ്കിമ്മിങ് പറഞ്ഞു വെച്ചാൽ തൈരൊക്കെ കടയില്ലേ, എന്നിട്ട് ഇങ്ങനെ വെണ്ണ എടുക്കുമല്ലോ, ആ പ്രോസസ്സിനെ നമ്മൾ സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് നമ്മൾ പൊന്തി കിടക്കുന്ന കാര്യങ്ങൾ മാത്രം, സർഫേസ് ലെവൽ ഓഫ് റീഡിങ്ങിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫാസ്റ്റ് റീഡിങ് അല്ലേ, അതായത് 100 to 200 വേർഡ്സ് പെർ മിനിറ്റ് അല്ലേ, പെട്ടെന്ന് വായിക്കുന്നത്. ഫോക്കസ് ഓൺ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ് ആൻഡ് കീ ഫ്രേസസ്. നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കില്ലേ, ഇഗ്നോർ ഡീറ്റെയിൽസ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഫർമേഷൻസ്, അതൊന്നും വായിക്കില്ല, മുകളിൽ പൊന്തി കിടക്കുന്നത് മാത്രം. ഐഡൻറ്റിഫൈ കീ കോൺസെപ്റ്റ്സ് ആൻഡ് റിലേഷൻഷിപ്സ് അല്ലേ, ജസ്റ്റ് ആ കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ഈസ് സ്കാനിങ്. സ്കാനിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡീപ്പ് റീഡിങ് അല്ലേ, സ്കാൻ ചെയ്യുക, അങ്ങോട്ട് അടി മുതൽ മുടി വരെ നമ്മൾ പറയില്ല, അയാളെ നമ്മൾ സ്കാൻ ചെയ്യണം, അത്രയും ഉള്ളിലേക്ക് പോയിട്ട് ചെയ്യുന്നതിന് സ്കാനിങ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഡീപ്പ് റീഡിംഗ് ആണ്. റീഡിങ് ആൻഡ് കോംപ്രഹെൻഷൻ, വായിച്ച് മീനിങ് ഒക്കെ മനസ്സിലാക്കുക. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഉള്ളിലുള്ള ഡബിൾ മീനിങ് ഒക്കെ ഉണ്ടാവും, വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്. ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ, എന്നിട്ട് അതിനെപ്പറ്റി വിമർശനാത്മകമായി ചിന്തിക്കുക. ഓക്കെ, വൈ ദിസ് ഈസ് ഹാപ്പൻ, വൈ ഇറ്റ് ഈസ് റിട്ടൺ സോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇത്രയും കാര്യങ്ങൾ എവിടെ വരുന്നുണ്ട്, സ്കാനിങ്ങിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് സ്കിൽ ഈസ് റൈറ്റിംഗ്. റൈറ്റിങ്ങിൽ എന്തൊക്കെ ഉണ്ട്, പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിംഗ്, എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. സോ വാട്ട് ഇസ് മീൻ ബൈ പ്രീ റൈറ്റിംഗ്? The steps involved in pre-writing are organize your topic അല്ലേ, അതായത് നമ്മൾ ഒരു എസ്സേ എഴുതുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതണം എന്ന് വിചാരിക്കുക, ആ സമയത്ത് നമ്മൾ നമ്മുടെ ടോപ്പിക് എഴുതും, ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ബ്രെയിൻ സ്റ്റോം യുവർ ഐഡിയാസ് അല്ലേ, നമ്മൾ കുറേ ചിന്തിക്കുക, അതാണ് ബ്രെയിൻ സ്റ്റോം. കുറേ ചിന്തിച്ചിട്ട് കുറേ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ ആ പോയിന്റിനെ ഇലാബറേറ്റ് ചെയ്യാനുള്ള ഡേറ്റ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ. All these three things are involving in pre-writing. Next one is drafting. Drafting നമ്മൾ എഴുതി തുടങ്ങുകയാണ്. Create a rough copy. Arrange your ideas അല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഐഡിയ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക, ആദ്യം എന്ത് വരണം. ഓക്കെ, then get feedback on your topic അല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫീഡ്ബാക്ക് നമ്മളോട് തന്നെ തരാൻ തോന്നും. ഓക്കെ, you can do all these things. Next is revising. Improve your writing, check your vocabulary. Okay, ഈ വേർഡ് അല്ല വേറെ വേർഡ് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ, നമുക്ക് തോന്നും അങ്ങനെ ചില സമയത്ത്. ദെൻ സ്പെൽ ചെക്ക് അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഷുഡ് നോട്ട് ബി എനി സ്പെല്ലിംഗ് ഓർ ഗ്രാമർ മിസ്റ്റേക്ക് വൈൽ യു ആർ റൈറ്റിംഗ്. അപ്പോൾ വീണ്ടും നമ്മൾ അതാണ് റിവൈസിങ്ങിൻ്റെ ഭാഗത്ത്. ദെൻ എഡിറ്റിംഗ്, എഡിറ്റിങ്ങും അത് തന്നെയാണ്, തെറ്റ് തിരുത്തുക. പ്രൂഫ് റീഡ് യുവർ വർക്ക്, മേക്ക് ഷുവർ ദ റിട്ടൺ ഡോക്യുമെൻ്റ് ഈസ് ഒറിജിനൽ, കോപ്പി അടിച്ചതാവരുത്. ഓക്കെ, then publishing, that is create a clean and final copy. ഇത്രയും എഴുതി മാത്രമേ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഒറ്റ അടിക്ക് എഴുതി, നമ്മുടെയൊക്കെ പ്രോബ്ലം അതാണ്, നമ്മൾ റഫ് ഡ്രാഫ്റ്റ് ആണ് ആക്ച്വലി വി ആർ ഗോയിങ് ടു പബ്ലിഷ് ഓർ സബ്മിറ്റിംഗ് ഇൻ ദി എക്സാമിനേഷൻ. എക്സാമിനേഷൻ്റെ സമയത്ത് നമുക്ക് പ്രീ റൈറ്റിങ്ങിനൊന്നും സമയമില്ല, പക്ഷെ നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യുക, എഡിറ്റ് ചെയ്യുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റൈറ്റിംഗ് സെൻറ്റൻസസ്, നമുക്കറിയാം സെൻറ്റൻസ് എഴുതുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് വി ഷുഡ് ഹാവ് ടു നോ ദ സ്ട്രക്ചർ, സെൻറ്റൻസ് സ്ട്രക്ചർ. 4 types of sentences are there. ഏതൊക്കെയാണ്? ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ്, ഹി ഈസ് എ ഡോക്ടർ. ഓക്കെ, ദെൻ ഐ ലൈക്ക് ഐസ്ക്രീം. ഓക്കെ, അതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് മീൻസ് പോസിറ്റീവ്. അതേസമയം നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ്, ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എഴുതുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററഗേറ്റീവ് മീൻസ്, ഇൻറ്ററഗേഷൻ മീൻസ് ക്വസ്റ്റ്യൻ. 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, yes or no ക്വസ്റ്റ്യൻസ് ആൻഡ് WH ക്വസ്റ്റ്യൻസ്. yes or no ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻസർ ഷുഡ് ബി യെസ് ഓർ നോ. അതെപ്പോഴും ഓക്സിലറി വേർബ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്? ഡു യു ലൈക്ക് ക്രിക്കറ്റ്? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എസ് ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് പറഞ്ഞു വെച്ചാൽ നമുക്ക് കുറേ WH വേർഡ്സ് ഉണ്ട്. വിച്ച്, വാട്ട്, വെൻ, ഹൗ, വെയർ,
who, whom, whose എന്നൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് WH questions. What's your name? Where are you living? Whose pen is this? അപ്പോൾ അതിന് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വേർബ് വേണം. പിന്നെയാണ് സബ്ജക്റ്റ് വരുന്നത്. സോ വേർഡ് ഓർഡർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. Then imperative sentence. Requests and orders are known as imperative sentences. Please give me your pen. Okay, please ഒക്കെ വെച്ചിട്ട് പറയുന്നതാണ് imperative sentence. Request ഒക്കെ അല്ലേ? അല്ലെങ്കിൽ would you mind, could you mind, അല്ലേ? Would you mind to sit here? അത് അത്രയും പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. Then അതുപോലെ തന്നെ ഈ ഓർഡേഴ്സ് എങ്ങനെയാണ്? Sit down. Okay, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ? Please sit down, sit down. Okay, please sit down എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് ആണ്. Sit down എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഓർഡർ. ഓക്കെ, അപ്പോൾ ഒരു വേർബും അതുപോലെ തന്നെ സിറ്റ് ഡൗൺ, ഓപ്പൺ ദ, സാധാരണ രീതിയിൽ വേർബ് മാത്രമേ ഉള്ളൂ സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ. ദെൻ ഓപ്പൺ ദ ഡോർ പറയുമ്പോൾ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. നമുക്കറിയാം അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. അതായത് എന്തെങ്കിലും കണ്ട് ഒരു വണ്ടർഫുൾ, അതായത് അത്രയും ഒരു ഇമോഷണൽ ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, what a beautiful girl is she. Okay, what a beautiful flower. Okay, how tough the task is. How tough the task is. Okay, how easy the exam was. Okay, all these are examples for exclamatory sentences. ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയും അതാണ് കഴിഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണോ എക്സ്ക്ലമേറ്ററി ആണോ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ WH വേർഡ്സ് വെച്ചിട്ടൊക്കെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എഴുതുന്നത് അല്ലേ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ. വി ഷുഡ് ഹാവ് ടു ഐഡൻറ്റിഫൈ. അതാണ് കോംപ്രിഹെൻഷൻ, മീനിങ്ങും മനസ്സിലാക്കണം. പാരഗ്രാഫ് റൈറ്റിംഗ്. പാരഗ്രാഫ് റൈറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് എസ്സേ എഴുതാനുണ്ടാവും, പാരഗ്രാഫ് എഴുതാനുണ്ടാവും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് യു ആർ റൈറ്റിംഗ് എ പാരഗ്രാഫ് ഓൺ 4 skills of communication. ഓക്കെ, അപ്പോൾ ഇതിൽ എഴുതുമ്പോൾ നമ്മൾ ടോപ്പിക് സെൻറ്റൻസ് ഷുഡ് ബി ദെയർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ഈസ് ദ ടോപ്പിക് സെൻറ്റൻസ്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ഇൻ എ പാരഗ്രാഫ് ഈസ് നോൺ ആസ് ദ ടോപ്പിക് സെൻറ്റൻസ്. അപ്പോൾ നമ്മളിപ്പോൾ 4 skills of communication ആണ് എഴുതുന്നത് വിചാരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ടോപ്പിക് സെൻറ്റൻസ്? ഓക്കെ, there are 4 skills of communication. They are listening, speaking, reading and writing. This is the topic sentence. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാവണം. ലിസണിങ് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ലിസണിങ് മേ ബി ആക്റ്റീവ് ഓർ പാസീവ് അല്ലേ? സ്പീക്കിംഗ് മേ ബി എ സ്കിൽ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ സ്പീക്കിംഗ് ഇൻവോൾവ്സ് ഫ്ലുവൻസി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ദെൻ കൺക്ലൂഡിങ് സെൻറ്റൻസസ് ഷുഡ് ഓൾസോ ബി ദെയർ. ദെൻ കൾച്ചറൽ അവെയർനെസ്, അതായത് നമ്മൾ അതിനെ നമ്മൾ എന്താണ് ഒരു 5th സ്കില്ലായിട്ട് പറയുന്നുണ്ട്. എല്ലാ കൾച്ചറും ഒരുപോലെയല്ല. അപ്പോൾ നമുക്ക് ഈ 4 സ്കിൽസ് മാത്രമല്ല, in order to communicate effectively we should know the culture അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് നോവൽ വായിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തുണ്ടാവും. അതെന്താണ്? their cultural elements ആയിരിക്കാം. അത് അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ we can understand what those sentences or what that context means അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എബിലിറ്റി ടു പെർസീവ് ആൻഡ് റെക്കഗ്നൈസ് കൾച്ചറൽ ഡിഫറൻസസ്, നമ്മൾ മനസ്സിലാക്കണം എല്ലാ കൾച്ചറും ഒരുപോലെയല്ല. ആക്സെപ്റ്റ് കൾച്ചറൽ ഡിഫറൻസസ്, അപ്രീഷിയേറ്റ് ആൻഡ് വാല്യൂ കൾച്ചറൽ ഡിഫറൻസസ്. ഓക്കെ, മറ്റ് കൾച്ചർ മോശമാണെന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ പാടില്ല. മറ്റ് കൾച്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്രീഷിയേറ്റ് ഇറ്റ് അല്ലേ? അപ്പോൾ നമ്മളത് പഠിക്കുക തന്നെ വേണം. നമ്മുടെ കൾച്ചർ മോശമാണെന്നുള്ളതല്ല അതിൻ്റെ മീനിങ്, മറ്റുള്ള കൾച്ചറും കൂടെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. ബൈലിംഗ്വലിസം, ബൈ മീൻസ് ടു അല്ലേ? ലിംഗ്വലിസം ലാംഗ്വേജ്, ദാറ്റ് ഈസ് സ്പീക്കിംഗ് 2 ലാംഗ്വേജസ് ഈസ് നോൺ ആസ് ബൈലിംഗ്വലിസം. നമ്മളൊക്കെ അതുപോലെ, നമ്മൾ ബൈ അല്ല ട്രൈയും ഒക്കെയാണ്, ടെട്രയൊക്കെയാണ് അല്ലേ?
നമുക്ക് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ചിലർക്ക് അറബി അറിയാം. Okay, great. So a language along with one's mother tongue. That is, if a person knows another language along with his mother tongue is known as bilingual. അല്ലേ? ആ പേഴ്സണെ നമ്മൾ he is a bilingual എന്ന് പറഞ്ഞിട്ട് he knows 2 languages. Then ട്രാൻസ്ലേഷൻ. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിൽ നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തുന്നുണ്ട് അല്ലേ? എന്നിട്ടാണ് വി വിൽ ഗെറ്റ് ദ കോംപ്രിഹെൻഷൻ. ദെൻ മൾട്ടിലിംഗ്വൽ. മൾട്ടിലിംഗ്വൽ എന്ന് പറഞ്ഞു വെച്ചാൽ എബിലിറ്റി ടു സ്പീക്ക് മോർ ദാൻ 2 ലാംഗ്വേജസ്. ഒരുപാട് ലാംഗ്വേജുകളൊക്കെ അങ്ങനെ എഴുതുക, വായിക്കുക ഒക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് മൾട്ടിലിംഗ്വൽ എന്ന് പറയുന്നത്. Hope you have understood this video. നിങ്ങൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിലൊക്കെ പറയാം. മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിലെ എല്ലാ പോയിന്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മുടെ ഈ പോയിന്റ്സ് ഒക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത് കേട്ടോ. ഈ പോയിന്റായിട്ട് എഴുതി വെക്കരുത്. അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് എഴുതി വെക്കേണ്ടത്. അങ്ങനെ ആയാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും നമ്മുടെ ബുക്ക് മുഴുവനായിട്ട് ഇടാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവാതിരിക്കാൻ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ, താങ്ക് യു.